ഇപ്പോൾ യുദ്ധങ്ങളുടെ ഭീതിയിൽ നിലനിൽക്കുന്ന ഇറാൻ പുരാതനവും സാംസ്കാരിക സമ്പത്തും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് ചരിത്രപരമായ സൈറ്റുകളും പ്രദാനം ചെയ്യുന്നുണ്ട്. ഇറാനിൽ സന്ദർശിക്കാൻ സാധിക്കുന്ന വളരെ മികച്ച കുറച്ച് ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആദ്യമായതുള്ളത് ഷാ ചെറാഗ്. ഇറാനിലെ ഷിറാസിൽ സ്ഥിതി ചെയ്യുന്ന 12ാം നൂറ്റാണ്ടിലെ ഒരു ശവസംസ്കാര സ്മാരകവും മതപരമായ സമുച്ചയമാണിത്. പ്രാദേശിക പാരമ്പര്യങ്ങളിൽ ഷാ ചെറാഗ് എന്നറിയപ്പെടുന്ന മുസ അൽ കസീമിന്റെ മകൻ സയ്യിദ് അഹമ്മദിന്റെ ശവകുടീരത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കെട്ടിടത്തിന് അങ്ങനെ ഒരു പേര് നൽകിയിട്ടുണ്ട്. രണ്ടാമതായുള്ളത് പെർസിപോളിസ്. ഇറാനിലെ ഫാസ് പ്രവിശ്യയിലെ തെക്കൻ സാഗ്രോസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട മർദേശ് സമതലത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1979 മുതൽ ഇത് പ്രധാന ഇറാനിയൻ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കൂടാതെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവും കൂടിയാണിത്. മൂന്നാമതായുള്ളതാണ് ഇസ്ഫഹാൻ. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ ഇസ്ഫഹാൻ കൗണ്ടിയിലെ സെൻട്രൽ ഡിസ്ട്രിക്റ്റിലെ ഒരു പ്രധാന നഗരമാണിത്. പ്രവിശ്യയുടെയും കൗണ്ടിയുടെയും ജില്ലയുടെ തലസ്ഥാനവും കൂടിയാണിത്. പേർഷ്യൻ മുസ്ലിം വാസ്തുവിദ്യ, ഗ്രാൻഡ് ബോളിവാർഡുകൾ, മൂടിയ പാലങ്ങൾ, കൊട്ടാരങ്ങൾ, ടൈൽപാകിയ പള്ളികൾ, മിനാരങ്ങൾ എന്നിവയാണ് ഇതിനെ പ്രശസ്തമാക്കുന്നത്. ഇസ്ഫഹാനിൽ നിരവധി ചരിത്ര കെട്ടിടങ്ങളും സംസ്കാരങ്ങളും സ്മാരകങ്ങളും പെയിന്റിങ്ങുകളും കരകൗശല വസ്തുക്കളും നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ജമി മസ്ജിദ്. ഇറാനിലെ ഇസ്ഫഹാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രപ്രസിദ്ധമായ ഷിയ പള്ളിയാണിത്. ഏകദേശം 771 CE മുതൽ 20ാം നൂറ്റാണ്ടിലെ അവസാനം വരെ ഈ സ്ഥലത്ത് നടന്ന തുടർച്ചയായ നിർമ്മാണം, പുനർനിർമ്മാണം, കൂട്ടിച്ചേർക്കലുകൾ, പുനരുദ്ധാരണങ്ങൾ എന്നിവയുടെ ഫലങ്ങളാണിത്. പള്ളിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഇസ്ഫഹാനിലെ ഗ്രാൻഡ് ബസാർ സ്ഥിതി ചെയ്യുന്നത്. 2012 മുതൽ ഇത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലവുമായി അറിയപ്പെടുന്നുണ്ട്. ഇനിയും നിരവധി സ്ഥലങ്ങൾ ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യുദ്ധങ്ങളുടെ ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒരു ടൂറിസ്റ്റുകളും അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. എന്നാൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാകാത്ത വിധം ദൃശ്യഭംഗിയുള്ള അദൃശ്യമായ പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും നമുക്ക് ഇറാനിൽ കാണാൻ സാധിക്കും. ഒരിക്കലെങ്കിലും ഇറാനിൽ പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ്. വൈവിധ്യങ്ങളുടെ വളരെ വലിയ സമ്പന്നത ഇറാനിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇറാനിൽ ഇപ്പോൾ യുദ്ധം കൊണ്ട് നശിക്കുകയാണോ എന്ന ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇറാനിൽ ഭയങ്കരമായ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ അവിടെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, കാഴ്ചകളുടെ ഭംഗി മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും അവിടെ ചെന്ന് തന്നെ നമ്മൾ കാണണം. എന്നാൽ അതിന്റെ ഭംഗി കെട്ടുപോകുന്നത് ഈ യുദ്ധങ്ങളുടെ ഭീതി കാരണമാണ്. അതിനാൽ യുദ്ധഭീതി ഇല്ലാതാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.